വോട്ട് കൊള്ളക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര രണ്ടാം ദിനത്തിൽ കുടുംബാലയിലെ അമ്പായിൽ ആണ് ഇന്ന് യാത്ര തുടങ്ങിയത്. ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയെങ്കിലും വിമർശനം കൂടുതൽ കടുപ്പിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും തീരുമാനം. PR അരവിന്ദ് കൂടുതൽ വിവരങ്ങളുമായി. അരവിന്ദ്, എങ്ങനെ പുരോഗമിക്കുന്നു ഇന്നത്തെ രാഹുലിന്റെ യാത്ര? എന്തായാലും രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിനൊപ്പമാണ് ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ ഔറംഗാബാദിലെ റാഫിഗഞ്ചിൽ ഒരു ഇടവേള എടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന വാഹനത്തിലാണ് രാഹുൽ ഗാന്ധി അധികാർ യാത്രയുമായി മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ജനങ്ങളെ കാണുന്നുണ്ട്, അവരുമായി സംവദിക്കുന്നുണ്ട്. കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്രിമം, അതുപോലെ തന്നെ അവർ കാണിച്ചു വന്ന അട്ടിമറി അടക്കമുള്ള ആരോപണങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ വാദങ്ങളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു. രാഹുൽ ഇത്തരത്തിൽ ഉന്നയിക്കുന്നതൊന്നും ശരിയല്ല തരത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം നടത്തി. അതിന് പിന്നീട് രാഹുലിന്റെ ഒരു പ്രതികരണം വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ തന്നെ ഭയപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. ശക്തമായി താൻ ഉന്നയിച്ച തെളിവുകളടക്കം നിരത്തി ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയുടെ രണ്ടാം ദിനമാണ്. രണ്ടാം ദിനം ഇന്ന് ആരംഭിച്ചത് കുടുംബായ് എന്ന സ്ഥലത്ത് നിന്ന്. അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഗയ എന്ന സ്ഥലത്താണ് ഇന്ന് യാത്ര സമാപിക്കുക. പക്ഷേ വഴിയിലുടനീളം വലിയ പിന്തുണ തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെ പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ കാത്തു നിൽക്കുന്നുണ്ട്. അവർ രാഹുൽ ഗാന്ധിക്ക് മികച്ച പിന്തുണ നൽകുന്നു. കാരണം രാഹുൽ ഉയർത്തുന്ന ആരോപണം, കാരണം ബീഹാറിലടക്കം വലിയ രീതിയിലുള്ള കൃത്രിമത്വം നടന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ 65 ലക്ഷം പേരെ പുറത്താക്കിയതുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ കൃത്യമാണ്, രാഹുൽ മുന്നോട്ട് വെച്ച തെളിവുകൾ കൃത്യമാണ്. അപ്പോൾ ആ തെളിവുകൾ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുന്നില്ല? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ പെരുമാറുന്നു എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം ഒന്നടങ്കം ചൂണ്ടിക്കാണിക്കുന്നത്. ശക്തമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രത്തോളം തന്റെ വാദങ്ങൾ തള്ളിയാലും മുന്നോട്ട് അത് ഉയർത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുവാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും തീരുമാനിച്ചിരിക്കുന്നത്. ശക്തമായ പിന്തുണ രാഹുലിനുണ്ട്. രാഹുലിനൊപ്പം RJD നേതാവ് തേജസ്വി യാദവ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലെ വിവിധ പാർട്ടി നേതാക്കൾ രാഹുലിനൊപ്പമുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ നേതാക്കൾ രാഹുലിന്റെ യാത്രയ്ക്ക് ഒപ്പം പങ്കാളികളാവും. 16 ദിവസം കൊണ്ട് 1300 കിലോമീറ്ററാണ് രാഹുൽ ഗാന്ധി കാൽനടയായും അതുപോലെ തന്നെ വാഹനത്തിലും സഞ്ചരിക്കുക. ഇന്ന് അല്പസമയത്തിനകം തന്നെ മറ്റൊരു സ്ഥലത്ത് പൊതുസമ്മേളനമുണ്ട്. കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ രാഹുൽ ഉന്നയിച്ച തെളിവുകളടക്കം ഉയർത്തി തന്നെയാണ് രാഹുൽ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ ബീഹാറിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇത്തരം ഒരു അട്ടിമറി നടത്തുവാൻ ഇന്ത്യ സഖ്യം അനുവദിക്കില്ല എന്ന് തന്നെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. ഇതുകൂടാതെ വിവിധ സംസ്ഥാന അട്ടിമറികളും അതുപോലെ തന്നെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടത്തിയ രാഹുൽ ആരംഭിച്ചാണ്. കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യ പാർട്ടികളും മുന്നോട്ട് വരികയാണ്. ഹരിയാനയിൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി നടന്നു എന്ന് പരിശോധിക്കുമെന്ന് ഹരിയാന കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഉയർത്തിയ ഒരു ക്യാമ്പയിൻ, രാഹുൽ മുന്നോട്ട് വെച്ച ഈ തെളിവുകളും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അട്ടിമറികളും കൃത്രിമത്വവും നടക്കുന്നുവെന്ന തെളിവുകളും ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ബീഹാറിലെ ജനങ്ങൾ അത് വലിയ പിന്തുണ നൽകുന്നു. വലിയ പിന്തുണ തന്നെയാണ് രാഹുലിന്റെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിശാന്ത്. ശരി, അല്ല അരവിന്ദ്, ഈ യാത്രയുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്? ഈ തുറന്ന ജീപ്പിൽ സഞ്ചരിക്കുന്നു എന്നത് കണ്ടു. അതല്ലാതെ ഓരോ സ്ഥലത്തും നിർത്തി ആളുകളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണോ ചെയ്യുന്നത്? ഏത് തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന യാത്ര? അത് 3 തരത്തിലാണ്. ബസ്സിലുണ്ട്, അതുപോലെ തന്നെ തുറന്ന ജീപ്പിലുണ്ട്, അതുപോലെ തന്നെ കാൽനടയായിട്ടും രാഹുൽ ഗാന്ധി സഞ്ചരിക്കുമെന്നതാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇന്ന് തുറന്ന ജീപ്പിലായിരുന്നു. കഴിഞ്ഞ ദിവസം ബസ്സിലും അതുപോലെ തന്നെ മറ്റൊരു വാഹനത്തിലുമായിരുന്നു രാഹുൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവിധ തലങ്ങളിലുള്ള പ്രതിഷേധം ജനങ്ങളോട് ഇറങ്ങി ആശയവിനിമയം നടത്തുക. കാരണം വാഹനം അനുമോദനങ്ങൾ രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ കാണാം, ഇതൊന്നും കോൺഗ്രസ് പ്രവർത്തകരല്ല ഇവിടെ എത്തിയിരിക്കുന്നത്. രാഹുലിനെ കാണാൻ RJD പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നു. കാരണം കൃത്യമായി രാഹുൽ ഉയർത്തിയ ആരോപണങ്ങളും രാഹുൽ മുന്നോട്ട് വെച്ച തെളിവുകളും അത് അവരെ കൂടി ബാധിക്കുന്നതാണ്. രാജ്യത്തെ ഓരോ ജനങ്ങളെയും വ്യവസ്ഥ കൃത്യമായി പാലിക്കേണ്ടതാണ്. തങ്ങളുടെ അവകാശമാണ്. എന്തുകൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന ചോദ്യമാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നത്. രാഹുൽ യാത്രക്കൊക്കെ എത്തിയേക്കേ